നന്മകളെന്നും നൽകിയിടുന്നെൻ നല്ല നാഥനേ. കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ. നന്മകളെന്നും നൽകിയിടുന്നെൻ നല്ല നാഥനേ. കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ. കൂരിരുൾ മൂടും വഴികളിലെന്നും ദീപം നീയല്ലോ. ക്രൂരത നിറയും വീഥികളിൽ നീ നല്ല സമരൻ. നീ എൻ ജീവൻ ആധാരം, നീ എൻ രക്ഷാസങ്കേതം. നീ എൻ ജീവൻ ആധാരം, നീ എൻ രക്ഷാസങ്കേതം. സ്തോത്രം പാടും ഞാൻ, വാഴ്ത്തിപ്പാടിടും, സ്തുതികൾ ചൊല്ലിടും എല്ലാ നാളും. സ്തോത്രം പാടും ഞാൻ, വാഴ്ത്തിപ്പാടിടും എന്നും എന്നാളും. നന്മകളെന്നും നൽകിയിടുന്നെൻ നല്ല നാഥനേ. കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ. പാതയിൽ ജയവിജയങ്ങൾ നീ തന്ന ദാനം. ആയുസ്സും ബലവും സുഖവും ശാന്തിയും നിന്റെ കരുതൽ. ജീവിത പാതയിൽ ജയവിജയങ്ങൾ നീ തന്ന ദാനം. ആയുസ്സും ബലവും സുഖവും ശാന്തിയും നിന്റെ കരുതൽ. കൃപയിൻ ഉറവാം കർത്താവേ, കനിവിൻ നിറവിൽ സൃഷ്ടാവേ. കൃപയിൻ ഉറവാം കർത്താവേ, കനിവിൻ നിറവിൽ സൃഷ്ടാവേ. നന്ദിയാൽ നിറയും ഹൃദയം പാടും സ്തുതിയിൻ ഗീതങ്ങൾ. നന്മകളെന്നും നൽകിയിടുന്നെൻ നല്ല നാഥനേ. കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഐ ആം സെൽഫ് സഫിഷ്യന്റ് ഇൻ ക്രൈസ്റ്റ് സഫിഷ്യൻസി. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് ആരോഗ്യത്തോടെ വീണ്ടും അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് ഏറ്റവും വലിയ സന്തോഷം. ഏത് ദുഷ്കരമായ പ്രവൃത്തിയും സന്തോഷത്തോടെ ചെയ്താൽ അത് എളുപ്പമായി തീരും. ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ തൃപ്തരായാൽ ജീവിതം സമാധാനപരമാകും. ഇന്ന് പലരും നമ്മിലെ നന്മകളിലേക്ക് നോക്കി സന്തോഷിക്കാതെ അവരൻ്റെ അനുഗ്രഹങ്ങൾ നോക്കി വിലപിക്കുന്നവരാണ്. കിട്ടാത്തതിനെ കുറിച്ചോർത്ത് ജീവിതം പാഴാക്കുന്നവരുമാണ്. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അയാൾ ദരിദ്രനായിരുന്നു, എന്നാൽ എല്ലായ്പ്പോഴും സന്തോഷവാനായിരുന്നു. രാജാവ് മന്ത്രിയോട് ചോദിച്ചു, അയാൾ ഇത്രമാത്രം സന്തോഷവാൻ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മന്ത്രി ഇപ്രകാരം പറഞ്ഞു, രാജാവേ, അങ്ങ് 99ന്റെ പരീക്ഷണം നടത്തിയാൽ മതി, ഉത്തരം കിട്ടും. രാജാവ് ചോദിച്ചു, അതെന്താ ഈ 99ന്റെ പണി? അപ്പോൾ മന്ത്രി പറഞ്ഞു, രാജാവേ, അങ്ങ് 99 വെള്ളി നാണയങ്ങൾ ഒരു കിഴിയിലാക്കണം. ആ കിഴിയുടെ പുറത്ത് ഈ 100 വെള്ളി നാണയങ്ങൾ നിനക്ക് ഉള്ളതാണ് എന്നെഴുതി അയാളുടെ വീട്ടുപടിക്കൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ അയാൾ യഥാർത്ഥമായി സന്തോഷിക്കുന്നവനാണോ എന്ന് അങ്ങേക്ക് മനസ്സിലാകും. രാജാവ് തൻ്റെ മന്ത്രി നിർദ്ദേശിച്ച പോലെ 99 വെള്ളി നാണയങ്ങൾ ഒരു കിഴിയിലാക്കി ആ കിഴിയുടെ മുകളിൽ 100 വെള്ളി നാണയങ്ങൾ എന്നെഴുതി സേവകന്റെ
വീട്ടുപടിക്കൽ കൊണ്ടുവയ്ക്കാൻ ഏർപ്പാടാക്കി. രാത്രിയിൽ എപ്പോഴോ പുറത്തിറങ്ങിയ സേവകൻ തൻ്റെ വീട്ടുപടിക്കലിരിക്കുന്ന പണക്കിഴി കണ്ടു. അത് പരിശോധിച്ചപ്പോൾ രാജസമ്മാനമാണെന്ന് അറിഞ്ഞ് അത്യന്തം സന്തോഷിച്ചു. സ്വയം പറഞ്ഞു, ആഹാ, 100 വെള്ളി നാണയങ്ങൾ. അദ്ദേഹം സ്വയം മറന്നു. ആ വെള്ളി നാണയങ്ങൾ എണ്ണുവാൻ തുടങ്ങി. എത്ര പ്രാവശ്യം എണ്ണിയിട്ടും 99 നാണയങ്ങൾ മാത്രമേ കിഴിയിൽ കണ്ടെത്തിയത്. പക്ഷേ കിഴിയിൽ 100 നാണയങ്ങൾ എന്നല്ലേ എഴുതിയിരുന്നത്? ഒരു നാണയം എവിടെ പോയി, ഒരു നാണയം എവിടെ പോയി? അദ്ദേഹം വീണ്ടും എണ്ണി നോക്കി, വീണ്ടും എണ്ണി നോക്കി. 99 നാണയങ്ങൾ മാത്രം. അദ്ദേഹം തിരയാൻ തുടങ്ങി. വീട്ടുകാരോടും അയൽക്കാരോടും തിരക്കി. കണ്ടുകിട്ടിയില്ല. അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹം ഉറങ്ങാതെ കിടന്നു. കിട്ടിയ അനുഗ്രഹങ്ങളെ മറന്നു. കിട്ടാത്തതിനെ കുറിച്ച് ഓർത്ത് അദ്ദേഹം ദുഃഖിതനായി. പിറ്റേന്ന് അദ്ദേഹം രാജകൊട്ടാരത്തിലെത്തി. അയാളെ പ്രതീക്ഷിച്ചിരുന്ന രാജാവ് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ ഏറെ ക്ഷീണിതനും ദുഃഖിതനുമാണല്ലോ. ആ ഭൃത്യൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, പ്രഭു, അങ്ങ് തന്ന 100 നാണയങ്ങളിൽ ഒന്നും മാത്രം കാണുന്നില്ല. അതോർത്താണ് വിഷാദം. രാജാവിന് കാര്യം പിടികിട്ടി. പലരുടെയും രോഗം ഇതാണ്. ഇത് തന്നെയാണ് രോഗം. കിട്ടാത്ത ഒന്നിനെ ഓർത്താണ് ദുഃഖം. കയ്യിലുള്ള 99ൽ സന്തോഷിക്കുവാനും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിനോടുള്ള നന്ദി കാണിപ്പാനും നാം മറന്നുപോകുന്നു. ഈ പ്രഭാതത്തിൽ കാണാത്ത ഒന്നിനെ ഓർത്ത് കരയല്ലേ? 99 ഉണ്ടല്ലോ. അതിന് ദൈവമേ, നീ ഇതെനിക്ക് തന്നതിന് നന്ദി. ഉള്ളതിന് നന്ദി പറയാ. ഇല്ലാത്തത് നീ ആഗ്രഹിക്കണ്ട. അത് നിന്റെ കയ്യിൽ വന്നാൽ 99നെ മറന്ന് തന്ന ദൈവത്തെ കൂടി നീ മറക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു. അതാണ് ഇന്നത്തെ കുറിവാക്യം. ഫിലിപ്പിയർ 4:11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്മയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ടനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നോട് ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ, ആമേൻ, ആമേൻ. സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥമായ സംതൃപ്തി. വിശുദ്ധ പൗലോസ് കോടീശ്വരന്റെ മകനായിരുന്നു ഓർത്തോളണം. ഈ കോടീശ്വരന്റെ മകനായ വിശുദ്ധ പൗലോസ് സർവശക്തനായ കർത്താവിനു വേണ്ടി, അവനു വേണ്ടി ജീവിക്കാൻ തൻ്റെ സകല സ്വത്തുക്കളും ചവറന്നെണ്ണി. ക്യാൻ യു ഡു ദാറ്റ്? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വിശുദ്ധ പൗലോസ് ചപ്പും ചവറുമായി എണ്ണിയതുപോലെ കർത്താവിന് വേണ്ടി ലോകം തന്നിരിക്കുന്നത് ചവറന്നെണ്ണാൻ പറ്റുമോ? കർത്താവിന് വേണ്ടി ലോകം വെച്ച് നീട്ടുന്ന സുഖസൗകര്യങ്ങൾ ചവറന്നെണ്ണിയാൽ നീ ശരിക്കും കൃതാർത്ഥനാണ്, സംതൃപ്തിയുള്ളവനാണ്. ഉള്ള അവസ്ഥകളിൽ സന്തോഷിക്കാം. കിട്ടാത്തതിനെക്കുറിച്ച് വിലപിക്കാതിരിക്കാം. ദൈവം തന്ന സർവ്വ അനുഗ്രഹങ്ങളെയും ഓർത്ത് സ്തുതിയും നന്ദിയും കരയറ്റാം. അതുകൊണ്ടാണ് സങ്കീർത്തനകനായ ദാവീദ് ഇങ്ങനെ പാടിയത്. 103-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്തോത്രം. ബി കണ്ടന്റ് വിത്ത് വാട്ട് വി ഹാവ്. ഉള്ളതിൽ സന്തോഷിക്കുക, ഇല്ലാത്തതിൽ ദുഃഖിക്കരുത്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ കർത്താവേ, എൻ്റെ രക്ഷയുടെ കേന്ദ്രവും എൻ്റെ ശക്തിയുടെ സ്രോതസ്സുമായ ദൈവമേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിക്കുന്നപ്പാ. അങ്ങ് എനിക്ക് മനോഹരമായ മറ്റൊരു ദിവസം കൂടി നൽകിയതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. നല്ലവനും വലഭനുമായ കർത്താവേ, ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞാൻ എവിടെ പോയാലും എന്നെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. ഈ പ്രഭാതത്തിൽ ഇതാ എന്നെയും എനിക്കുള്ളതൊക്കെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ക്രമീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ഇഷ്ടപ്രകാരം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് വിപുലീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല പിതാവേ. എങ്കിലും അങ്ങയുടെ നന്മയിലും വിശ്വസ്തതയിലും ഞാൻ ആശ്രയിക്കുന്നു. അപ്പാ, എനിക്ക് ശക്തി നൽകുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി എനിക്കെല്ലാം ചെയ്യുവാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയത്തിലെത്തിക്കണമേ. എൻ്റെ
കണ്ണുകൾ നനയാതെ, കാലുകൾ ഇടറിപ്പോകാതെ, തെറ്റിപ്പോകാതെ അവിടുന്ന് കാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി. ബിസിനസ്സുകളെ, അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം. പരീക്ഷ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അറ്റൻഡ് ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന പ്രിയ മക്കളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുവിശ്വാസികളെ എല്ലാം ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി അസ്വസ്ഥത അനുഭവിക്കുന്നവരുണ്ട്. കർത്താവെ, അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽ വയ്ക്കണമേ. നരക്കോളം ഞാൻ നിന്നെ ചുമക്കുമെന്ന് അരുളിച്ചത് കർത്താവെ, അവിടുന്ന് പ്രകാരം വിടുവിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഉള്ളതിൽ സന്തോഷത്തോടെ തൃപ്തിയോടെ ജീവിക്കുവാൻ നിന്റെ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ മാതൃരാജ്യം വേണ്ടി അനുഗ്രഹിക്കണമേ. മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകത്ത് പലയിടങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സമാധാന പ്രഭുവാണല്ലോ. അവിടുത്തെ ഹിതപ്രകാരം ലോകസമാധാനത്തിനായി ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായ അഗ്നിത്തോണായ തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങൾ വഴി നടത്തുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന യാചന കേട്ടിരിക്കുക, സ്തോത്രപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വെയിലിൽ തളരും നേരം മുകിലായി തണലായി നീ, കൺകൾ നിറയും നേരം എൻ്റെ ഉള്ളിൻ നോവറിയും. പൊരിയും വെയിലിൽ തളരും നേരം മുകിലായി തണലായി നീ, കൺകൾ നിറയും നേരം എൻ്റെ ഉള്ളിൻ നോവറിയും. കൃപയിൻ മഴയായി പെയ്യും അവൻ, ഉള്ളിൽ നിറയും സാന്ത്വനമായി. കൃപയിൻ മഴയായി പെയ്യും അവൻ, ഉള്ളിൽ നിറയും സാന്ത്വനമായി. ആശ്വാസത്തിൻ സ്പർശനമേകും കർത്തൻ പ്രിയനാഥൻ, നന്മകളെന്നും നൽകിയിടുന്നെൻ നല്ല നാഥനെ. കൺമണി പോലെ എന്നെ നിത്യം പോറ്റും